ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള സിലബസ് 5th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് 3rd ചാപ്റ്ററായ ഡൈവേഴ്സ് എംപ്ലോയ്മെൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. മക്കളെ, താരെ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചേ. ആദ്യത്തെ പിക്ചർ നോക്കി. ആ കുഞ്ഞ് എന്താ ചെയ്യുന്നത്? അവളുടെ ഗാർഡനിൽ വെള്ളം ഒഴിക്കുന്നല്ലേ. അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കിയാലോ. Kirti's parents gives her toffees as a reward for watering the garden at home regularly. എല്ലാ ദിവസവും കീർത്തി അവളുടെ വീട്ടിലെ ഗാർഡനിൽ വെള്ളം ഒഴിക്കുന്നത് കൊണ്ട് അവളുടെ പേരൻസ് അവൾക്ക് റിവാർഡായിട്ട് എന്ത് നൽകി? ടോഫീസ് നൽകി. രണ്ടാമത്തെ പിക്ചർ നോക്കിയ മക്കളെ. തേജസ് is gifted a story book by his parents for folding the clothes regularly at home. തേജസ് എന്താ ചെയ്യുന്നത്? എല്ലാ ദിവസവും നല്ല വൃത്തിയായിട്ട് മടക്കി വെക്കുന്നു അല്ലേ. അപ്പം തേജസ് എല്ലാ ദിവസവും എല്ലാ ക്ലോത്തും നല്ല വൃത്തിയായി മടക്കി വെക്കുന്നത് കൊണ്ട് തേജസിൻ്റെ പേരൻസ് എന്ത് ചെയ്തു? തേജസിന് ഒരു ഗിഫ്റ്റ് നൽകി. എന്തായിരുന്നു മക്കളെ ആ ഗിഫ്റ്റ്? ഒരു സ്റ്റോറി ബുക്കായിരുന്നു. നമുക്കിനി താരെ കൊടുത്തിരുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് ആൻസർ ചെയ്താലോ. വാട്ട് ദ കീർത്തി ഗെറ്റ് ഫോർ വാട്ടറിങ് ദ ഗാർഡൻ. കീർത്തിക്ക് ആ ഗാർഡൻ എത്ര വാട്ടർ ചെയ്തപ്പോൾ എന്താണ് കിട്ടിയത്? കീർത്തിയുടെ പേരൻസ് എന്താണ് നൽകിയത്? ഒരു റിവാർഡ് നൽകിയല്ലേ. എന്തായിരുന്നു മക്കളെ ആ റിവാർഡ്? ടോഫീസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ. ഹൗ ദ തേജസ് പേരൻസ് അപ്രിഷ്യേറ്റ് ഹിം ഫോർ ഫോൾഡിങ് ക്ലോത്ത്. തേജസ് നല്ല വൃത്തിയായിട്ട് തുണിയെല്ലാം മടക്കി വെച്ചത് കൊണ്ട് അവനെ അപ്രിഷ്യേറ്റ് ചെയ്യാനായിട്ട് അവൻ്റെ പേരൻസ് എന്താണ് അവന് നൽകിയത്? ഒരു ഗിഫ്റ്റ് നൽകിയല്ലേ. എന്തായിരുന്നു മക്കളെ ആ ഗിഫ്റ്റ്? ഒരു സ്റ്റോറി ബുക്ക്. ക്ലിയർ ആണോ? ഇനി നമുക്ക് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. ഇൻകം. മക്കളെ, ഈ പിക്ചേഴ്സ് എല്ലാം ഒന്ന് നോക്കിയേ. ആദ്യത്തെ പിക്ചർ എന്താ മക്കളെ? ഒരു ടീച്ചർ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു അല്ലേ. അപ്പം അതിന് നമ്മൾ എന്ത് പറയും? ടീച്ചിങ്. രണ്ടാമത്തെ പിക്ചർ നോക്കിയേ. ഒരു അങ്കിള് അദ്ദേഹത്തിൻ്റെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം വിൽക്കുകയല്ലേ. അപ്പം നമുക്കത് ട്രേഡ് അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയാം. മൂന്നാമത്തെ പിക്ചർ നോക്കിയേ. കുറേ പേര് കൂടിയെന്ന് ക്യാരംസ് ബോർഡ് കളിക്കുക അല്ലേ. നാലാമത്തെ പിക്ചറോ? ഒരു ഡോക്ടറും നേഴ്സും കൂടി ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുവാണ്. അഞ്ചാമത്തെ പിക്ചർ എന്താ മക്കളെ? കുറേ കുഞ്ഞുങ്ങൾ കൂടിയെന്ന് പെയിൻറ്റ് ചെയ്യാണ് അല്ലേ. ആറാമത്തതോ? കുറേ കുഞ്ഞുങ്ങൾ പ്ലേ ഗ്രൗണ്ടിൽ നിന്ന് വോളിബോൾ കളിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ആർ ദ ആക്ടിവിറ്റീസ് ദ ഈച്ച് വൺ ഈസ് ഇൻവോൾവ് ഇൻ. ഏതൊക്കെ ആക്ടിവിറ്റീസിലാണ് ഇവർ ഓരോരുത്തരും ഇൻവോൾവ് ആയിട്ടുള്ളത്? ഒരാൾ ട്രേഡ് അല്ലേ. അടുത്തത് എന്താണ്? ടീച്ചിങ്. മൂന്നാമത്തെ പിക്ചറിലെ ആക്ടിവിറ്റി എന്താ മക്കളെ? പ്ലേയിങ് ക്യാരം. നാലാമത്തതോ? ഡോക്ടർ ആൻഡ് നേഴ്സ് ട്രീറ്റിംഗ് എ പേഷ്യൻറ്റ്. അഞ്ചാമത്തെ ആക്ടിവിറ്റി എന്താ മക്കളെ? പെയിൻറ്റിങ്. ആറാമത്തെയോ? പ്ലേയിങ് വോളിബോൾ. ഓക്കെ, എത്രയും ക്ലിയർ ആണോ? ഇനി വിച്ച് എമോങ് ദീസ് ആക്ടിവിറ്റീസ് ആർ റിവാർഡഡ് ഇൻ ദ ഫോം ഓഫ് മണി. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നറിയാമോ? ഇതിൽ ഏതൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പൈസ കിട്ടുന്നത്? അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പം ശമ്പളം കിട്ടുന്നത് ഏതൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണ്? ഏതൊക്കെയാണ് മക്കളെ? ഒന്ന് ടീച്ചിങ് ആണ്. രണ്ടാമത്തതോ? ട്രേഡ് ഓർ ബിസിനസ്. മൂന്നാമത്തത് എന്താണ്? ഡോക്ടറും നഴ്സും കൂടി പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്തില്ലയോ, അത്. വിച്ച് ആക്ടിവിറ്റീസ് ആർ റിവാർഡഡ് വിത്ത് ഗിഫ്റ്റ്സ്. ഏതൊക്കെ ആക്ടിവിറ്റീസാണ് ഗിഫ്റ്റ് കൊണ്ട് റിവാർഡ് ചെയ്യുന്നത്? ഏതൊക്കെയാണ് മക്കളെ? നോക്കിയേ. ക്യാരംസ് ബോർഡ് കളിക്കുക അല്ലേ. അതിൽ ആരാണോ ജയിക്കുന്നത് അവർക്ക് ഗിഫ്റ്റ് കിട്ടാൻ സാധ്യതയില്ലേ. അത് നോക്കിയേ, അത് ഡ്രോയിങ് കോമ്പറ്റീഷനാണ്. ഈ ഡ്രോയിങ് കോമ്പറ്റീഷനിൽ ആരാണോ ജയിക്കുന്നത് അവർക്ക് എന്താ കിട്ടുന്നത്? ഒരു ഗിഫ്റ്റ് കിട്ടൂലേ. ഇനി കുറേ കുഞ്ഞുങ്ങൾ രണ്ട് ടീമായിട്ട് മാറി വോളിബോൾ കളിക്കുകയാണ്. ഏത് ടീമാണോ ജയിക്കുന്നത് അവർക്കൊരു ഗിഫ്റ്റ് കിട്ടില്ലേ, അല്ലെങ്കിൽ ഒരു റിവാർഡ് കിട്ടില്ലേ. ക്ലിയർ ആണോ മക്കളെ? സം ഓഫ് അവർ ആക്ഷൻസ് ഗെറ്റ് റിവാർഡ് ആൻഡ് സം ഗെറ്റ് ഗിഫ്റ്റ്. നമ്മുടെ ചില ആക്ഷൻസിന് റിവാർഡും ചിലന് എന്താ കിട്ടുന്നത്? ഗിഫ്റ്റുമാണ് കിട്ടുന്നത്. ടീച്ചിങ്, ട്രേഡിങ്, ഹെൽത്ത് കെയർ എങ്ങനെയുള്ള ആക്ടിവിറ്റീസിന് ഇൻഡിവിജ്വൽസിന് എന്താ നൽകുന്നത് റിവാർഡായിട്ട്? അവർക്ക് മണി കിട്ടും അല്ലേ. മക്കളെ, എന്താണ് ഈ ഇൻകം എന്ന് പറഞ്ഞാൽ? ഒരാൾ
ചെയ്യുന്ന എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ ഫലമായി കിട്ടുന്ന റിവാർഡാണ് മണി. ഓക്കെ, ഈ മണിയിലെ ഈ എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായി കിട്ടിയ ആ ഒരു പൈസ, അതിനെയാണ് നമ്മൾ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡെഫിനിഷൻ വായിച്ചു നോക്കിയാൽ അതിനകത്ത് സ്പെസിഫിക് ആയിട്ടൊരു വേർഡ് പറയുന്നുണ്ട്. എന്താ അത്? ഓവർ എ പീരിയഡ് ഓഫ് ടൈം. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമോ? ഒരാളിപ്പം ഒരു ജോലി ചെയ്യുകയെന്ന് വെച്ചു. ആ ദിവസം അദ്ദേഹം ചെയ്ത ജോലിയുടെ റിവാർഡ്, ആ മണി അദ്ദേഹത്തിന് ചിലപ്പോൾ ആ ദിവസത്തിൻ്റെ അവസാനം കിട്ടും. ഇല്ലേ, ചില ആളുകൾ ജോലി ചെയ്യുന്നത് എപ്പോഴാണ്? ഒരു ആഴ്ചയുടെ ബേസിസിലായിരിക്കും. അപ്പോൾ ഈ ഒരാഴ്ച ചെയ്ത ജോലികളുടെ റിവാർഡ്, അതായത് ആ മണി കിട്ടുന്നത് ആ ആഴ്ച തീരുമ്പോഴായിരിക്കും. അല്ലെങ്കിൽ ചില ആളുകൾ എന്താണ്, ഒരു മാസത്തേക്കുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ആ മാസത്തിൻ്റെ അവസാനമായിരിക്കും അവർ ചെയ്ത ജോലിയുടെ ഫലമായിട്ടുള്ള മണി കിട്ടുന്നത്. ക്ലിയർ ആണോ? അതുകൊണ്ടാണ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം എന്നവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇനി ആ ഡെഫിനേഷൻ ഒന്ന് വായിച്ച് നോക്കിയേ, മനസ്സിലാവുന്ന നോക്കിയേ. ഇൻകം ഇസ് ദ മണി റിസീവ്ഡ് ബൈ എ പേഴ്സൺ ഓവർ എ പീരിയഡ് ഓഫ് ടൈം ആസ് എ റിസൾട്ട് ഓഫ് എൻഗേജിങ് ഇൻ വേരിയസ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ക്ലിയർ ആണോ മക്കളെ? ഇനി നമുക്ക് നമ്മൾ നെക്സ്റ്റ് പോർഷനിലോട്ട് പോയാലോ. എംപ്ലോയ്മെൻറ്റ്. ഈ പോയം ഒന്ന് വായിച്ചു നോക്കിയേ. ഇത് NV കൃഷ്ണവാര്യർ എന്ന കവിയുടെ പോയമാണ്. ഒന്ന് വായിച്ചാലോ. പതിപ്പ് തീർന്നാൽ. ചോദ്യം: പതിപ്പ് തീർന്നാൽ പള്ളിക്കൂടം വിട്ടു കഴിഞ്ഞെന്നാൽ പറയുക പിന്നീട് എന്തൊരു പണിക്ക് പോകും നീ? അതിൻ്റെ അർത്ഥം മനസ്സിലായോ? പതിപ്പ് തീർന്നാൽ പള്ളിക്കൂടം എന്ന് വെച്ചാൽ സ്കൂൾ കഴിയുമ്പോൾ നീ പിന്നീട് എന്ത് പണിക്ക് പോകും എന്നാണ് ചോദ്യം. ഉത്തരം നോക്കിയേ. ഒന്നാമൻ: കൃഷിക്ക് പോകും ഞാൻ. കൃഷിക്ക് നമ്മുടെ പിതാക്കൾ ചെയ്തൊരു തൊഴിലേക്ക് പോകും ഞാൻ. അതിൻ്റെ അർത്ഥം മനസ്സിലായ കുഞ്ഞേ? ആദ്യത്തെ ആൾ എന്താ പറയുന്നത്? ഞാൻ കൃഷിക്ക് പോകും, എൻ്റെ പിതാക്കൾ ചെയ്ത തൊഴിലാണ് കൃഷി, ഞാൻ അതിന് പോകും എന്നാണ് പറയുന്നത്. രണ്ടാമൻ എന്താ പറഞ്ഞേ നോക്കിയേ. പണം മുടക്കി കോടിക്കണക്കിന് കച്ചവടത്തിനായി തുനിഞ്ഞിടും ഞാൻ, തൊഴിലിതിൽ നല്ലത് വേറൊന്നുണ്ടാകുമോ? എന്താണ് മക്കളെ? പണം മുടക്കി കോടിക്കണക്കിനുള്ള ഒരു കച്ചവടത്തിനായിട്ട് അവൻ പോകും, എന്ന് വെച്ചാൽ ബിസിനസ് തുടങ്ങുമെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ കുഞ്ഞ് എന്താ പറഞ്ഞേ നോക്കിയേ. നാട്ടിൽ ശിക്ഷിതരല്ലാതലയുന്ന ശിശുക്കളെയെല്ലാം ഞാൻ കൂട്ടി മികച്ചൊരു വിദ്യാനിലയത്തിനും ആരംഭിച്ചിടും. എന്താണ്? മൂന്നാമത്തെ ആൾ എന്താ പറയുന്നത്? ഞാനൊരു സ്കൂൾ തുടങ്ങും എന്നാണ് പറയുന്നത്. നാലാമത്തെ ആൾ എന്താ പറയുന്നത് നോക്കിയേ. പതിപ്പ് തീർന്നാൽ പട്ടാളത്തിൽ പോയി ചേരും ഞാൻ, പടനായകനായി ഭാരത രാജ്യം പരിപാലിക്കും ഞാൻ. എന്താണ്? പതിപ്പ് തീർന്നാണ് ഞാൻ എവിടെ പോകും? പട്ടാളത്തിൽ പോയി ചേരും, ഞാൻ അവിടെ ഒരു പടനായകനായിട്ട് എൻ്റെ രാജ്യം സംരക്ഷിക്കും എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? In this poem, the poet hints at the various types of employment we choose after studies. ഈ ഒരു കവിതയിൽ പോയറ്റ് എന്താണ് പറയുന്നത്? പഠിത്തം കഴിഞ്ഞ് ഏതൊക്കെ തരത്തിലുള്ള ജോലിയിലേക്കാണ് ഓരോരുത്തരും പോകുന്നത് എന്നുള്ളതാണ് കവി ഈ ഒരു കവിതയിലൂടെ ഉദ്ദേശിക്കുന്നത്. വാട്ട് ആർ ദ ജോബ്സ് മെൻഷൻ ഇൻ ദീസ് ലൈൻ? ഈ വരികളിൽ ഏതൊക്കെ ജോലികളാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? ഏതൊക്കെയാണ് മക്കളെ? ആദ്യത്തേത് എന്താണ്? അഗ്രികൾച്ചർ. രണ്ടാമത്തേതോ? ബിസിനസ്. മൂന്നാമത്തേത് എന്താ പറയുക? സ്റ്റാർട്ടിങ് എ സ്കൂൾ. നാലാമത്തേതോ? ആർമി. ക്ലിയർ ആണോ? ശരി, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഈസ് ഇറ്റ് ഓൺലി ഫിസിക്കൽ വർക്ക് ദ ഹ്യൂമൻസ് ഡു? മനുഷ്യർ ഫിസിക്കൽ വർക്ക് മാത്രമേ ചെയ്യാറുള്ളൂ? മക്കളെ, ഫിസിക്കൽ വർക്ക് എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? ശാരീരിക അധ്വാനം. ഓക്കെ, അതായത് നമ്മുടെ കൃഷിപ്പണി, കെട്ടിട നിർമ്മാണം, ഭാരം ചുമക്കൽ, ഫാക്ടറി ജോലികൾ, ഇതൊക്കെ ഫിസിക്കൽ വർക്കിൻ്റെ എക്സാമ്പിൾസാണ്. ഈ ഒരു വർക്ക് മാത്രം മനുഷ്യർ ചെയ്യാറുള്ളൂ? അല്ലല്ലേ. അപ്പോൾ താരെ കൊടുത്തിരിക്കാൻ നോക്കിയ മക്കളെ. എംപ്ലോയ്മെൻറ്റ് ഇസ് എ വർക്ക് ഡൺ ബൈ എ പേഴ്സൺ ഫിസിക്കലി ഓർ ഇൻ്റലക്ച്വലി ഫോർ ഇൻകം. ഇനി ഇൻ്റലക്ച്വൽ വർക്ക് എന്ന് വെച്ചാൽ എന്താ മക്കളെ? ശരീര അധ്വാനം കൊണ്ടല്ല, പിന്നെയോ ബുദ്ധിയും ചിന്തയും കൊണ്ടൊക്കെ വർക്ക് ചെയ്യുന്ന ജോലികൾ. ക്ലിയർ ആണോ? ഈ ഇൻ്റലക്ച്വൽ വർക്കിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്നറിയാമോ? എൻജിനീയേഴ്സ്, ടീച്ചേഴ്സ്, പ്രൊഫസേഴ്സ്, ഡോക്ടർ, ലോയർ,
ഇതൊക്കെ ഇൻ്റലക്ച്വൽ വർക്കിൻ്റെ എക്സാമ്പിൾസ് ആണ്. നോക്കിയ മക്കളെ, എംപ്ലോയ്മെൻറ്റ് എന്താണ് മക്കളെ? എംപ്ലോയ്മെൻറ്റ് ഇസ് എ വർക്ക് ഡൺ ബൈ എ പേഴ്സൺ ഫിസിക്കലി ഓർ ഇൻ്റലക്ച്വലി ഫോർ ഇൻകം. ഇൻകത്തിന് വേണ്ടി ഒരാൾ ഫിസിക്കലിയോ ഇൻ്റലക്ച്വലിയോ വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ എംപ്ലോയ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റിവാർഡ് ഒന്നെങ്കിൽ വേജസിൻ്റെയോ സാലറിയുടെയോ ഫോമിലായിരിക്കും ആ ഇൻഡിവിജ്വലിന് പേ ചെയ്യുന്നത്. ക്ലിയർ ആണോ? പല ഇൻഡിവിജ്വലിൻ്റെയും മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് എംപ്ലോയ്മെൻ്റ് ആണ്. മക്കളെ, നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് എന്താണെന്ന് അറിയാമോ? വേജസ് ആൻഡ് സാലറി. അതിന് മുമ്പ് എനിക്ക് 2-3 ടേംസ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാറുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? ആരാണ് മക്കളെ ഈ എംപ്ലോയർ? ഓരോരുത്തരും ഓരോ കമ്പനിയിലായിരിക്കും ജോലി ചെയ്യുന്നത്. ചിലർ മാത്രമാണ് ബിസിനസ് ചെയ്യുന്നത്, അല്ലേ? മിക്കവരും ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഈ കമ്പനിയുടെ ഉടമയാണ് നമ്മൾ എംപ്ലോയർ എന്ന് പറയുന്നത്. ആ എംപ്ലോയറിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരെയാണ് നമ്മൾ എംപ്ലോയീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി എന്താണ് ഈ വേജസ്? ഒരു കോൺട്രാക്റ്റിൻ്റെ ബേസിസിൽ ഒരു എംപ്ലോയറിന് വേണ്ടി ചെയ്ത സർവീസസിൻ്റെ ഫലമായി ആ എംപ്ലോയിക്ക് നൽകുന്ന കൂലിയാണ് നമ്മൾ വേജസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? വേജസ് ഒന്നെങ്കിൽ അവേർലി ബേസിസിലായിരിക്കും അല്ലെങ്കിൽ ഡെയിലി ബേസിസിലായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ 1 മണിക്കൂറത്തേക്കുള്ള ജോലി ഉള്ളതെന്നുള്ളൂ. ആ 1 മണിക്കൂറത്തെ ആ എംപ്ലോയി പ്രൊവൈഡ് ചെയ്ത സർവീസിന് ആ എംപ്ലോയി ആ ഒരു അവർ കഴിയുമ്പോൾ അദ്ദേഹത്തിന് വേതനം നൽകുന്നു. ഇല്ലെങ്കിൽ ഒരു ദിവസം മുഴുവനുള്ള സർവീസസിന് ആ എംപ്ലോയിക്ക് നൽകുന്ന വേതനത്തിനെയാണ് നമ്മൾ ഡെയിലി ബേസിസിൽ വരുമ്പോൾ ഡെയിലി വേജസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എന്താണ് സാലറി? സാലറി ഈസ് ദ റീമ്യൂണറേഷൻ പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഫോർ ദ വർക്ക് പെർഫോം ബൈ ദ എംപ്ലോയി ഓൺ എ മന്ത്ലി ബേസിസ്. നോക്ക്, ഒരു എംപ്ലോയറിന് ഒരു മാസം മുഴുവൻ ചെയ്ത സർവീസിന് അല്ലെങ്കിൽ വർക്കിന് ആ എംപ്ലോയർ കൊടുക്കുന്ന റീമ്യൂണറേഷനെയാണ് നമ്മൾ സാലറി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഈ വേജസും ഈ സാലറിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? വേജസ് ഒന്നെങ്കിൽ ഡെയിലി ബേസിസിലായിരിക്കും അല്ലെങ്കിൽ അവർലി ബേസിസിലായിരിക്കും. അതേസമയം സാലറി മന്ത്ലി ബേസിസിലുമായിരിക്കും. ക്ലിയർ ആണോ മക്കളെ? നോക്കിയേ, ലിസ്റ്റ് ഓഫ് ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് യുവർ ഫാമിലി. നിങ്ങളുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സിൻ്റെ ജോലി വിവരങ്ങൾ എഴുതാനാണ് പറയുന്നത്. ആരൊക്കെ എന്തൊക്കെ എംപ്ലോയ്മെൻ്റ് ആണ് ചെയ്യുന്നത് എന്നുള്ളതാണ് എഴുതുന്നത്. ക്ലിയർ ആണോ മക്കളെ? നെക്സ്റ്റ് ടോപ്പിക് നോക്കിയേ, സോഴ്സസ് ഓഫ് ഇൻകം. എന്താണ് മക്കളെ സോഴ്സസ് ഓഫ് ഇൻകം? പീപ്പിൾ അറൗണ്ട് ദസ് ഏൺ ഇൻകം ത്രൂ ഡിഫറെൻറ്റ് സോഴ്സസ്. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ വരുമാനം നേടുന്നത് പല സോഴ്സസിൽ നിന്നുമാണ്. അവർക്ക് എങ്ങനെയൊക്കെയായിരിക്കും വരുമാനം കിട്ടുന്നതെന്ന് അറിയാമോ? ഇൻകം അവർക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഒന്നെങ്കിൽ അഗ്രികൾച്ചർ വഴി, കൃഷി വഴി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് നടത്തുന്നത് വഴി, അല്ലെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റ് വഴി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസറ്റുകളും ആവാം. ലേബർ ഓർ പ്രോപ്പർട്ടി ദാറ്റ് ജനറേറ്റ് സച്ച് ഇൻകം ഇസ് കോൾഡ് സോഴ്സസ് ഓഫ് ഇൻകം. ഏതെങ്കിലും ലേബറോ പ്രോപ്പർട്ടി ഇങ്ങനത്തെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സോഴ്സസ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. എന്താണ് മക്കളെ അസറ്റ്? അസറ്റ് ആർ ദ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. ബിൽഡിംഗ് ആൻഡ് പ്രോപ്പർട്ടി എക്സാമ്പിൾസ് ഓഫ് അസറ്റ്. അസറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്കുള്ള ഫിനാൻഷ്യൽ റിസോഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു വീടുണ്ട്. നമ്മൾ കഴിയുന്ന വീടല്ല, നമ്മൾ താമസിക്കുന്ന വീടല്ല, പകരം നമുക്ക് മറ്റൊരു വീടുണ്ടെന്ന് വെച്ചോ. ആ വീട്ടിൽ നമ്മൾ വാടക കൊടുത്തേക്കുവാന്ന് വെച്ചോ. നമുക്ക് ആ വാടക എന്താണ്? ഒരു ഇൻകമാണ്, അല്ലേ? അപ്പോൾ ആ വീട് എന്താണ്? നമുക്കൊരു അസറ്റാണ്. എന്ന് വെച്ചാൽ ആ വീടുള്ളിടത്തോളം നമുക്ക് എന്ത് കിട്ടും? വാടക കിട്ടും. ക്ലിയർ ആണോ? അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് വെച്ചോ. ആ പ്രോപ്പർട്ടി നമ്മൾ മറ്റെന്തെങ്കിലും എക്കണോമിക് ആക്ടിവിറ്റീസിന് വേണ്ടി റെൻറ്റിന് കൊടുത്തു. നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉള്ളതെന്താണ്? ഒരു അസറ്റാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് അതിൽ നിന്നും ഇൻകം കിട്ടുന്നത് റെൻ്റായിട്ട്, അല്ലേ മക്കളെ? ഇപ്പോൾ അസറ്റ് എന്താണെന്ന് മനസ്സിലായോ? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. കംപ്ലീറ്റ് ദ ഡയഗ്രാം ഇല്ലസ്ട്രേറ്റിംഗ് ദ വേരിയസ് സോഴ്സസ് ഓഫ് ഇൻകം. ഈ ഡയഗ്രത്തിൽ നിങ്ങൾ ബാക്കി സോഴ്സസ് ഓഫ് ഇൻകം ഫില്ല് ചെയ്യണം. 2 എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് എംപ്ലോയ്മെൻറ്റും ഒന്ന് ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റുമാണ്. ഇനി എന്തൊക്കെ എഴുതാം? അഗ്രികൾച്ചർ എഴുതിക്കൂടെ? ബിസിനസ്, അസറ്റ് എഴുതാം, അല്ലെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റ് എന്നും എഴുതാം. ക്ലിയർ ആണോ? നമുക്കിനി നെക്സ്റ്റ് പോർഷനിലോട്ട് പോവാം.
ഒബ്സർവ് ദ ലിസ്റ്റ് ഓഫ് ഇൻകം ഫ്രം ദ വേരിയസ് സോഴ്സസ് ഗിവൺ ബിലോ. നോക്കിയേ, ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഇൻകമാണ് നമുക്ക് ഈ ഒരു സൈഡിൽ തന്നിട്ടുള്ളത്. അതിൽ നിന്നും നമുക്ക് എങ്ങനെയാണ് ഇൻകം കിട്ടുന്നതെന്നാണ് നെക്സ്റ്റ് സൈഡിലുള്ളത്. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു ഇല്ലസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തില്ലേ, അതിൽ ഇതൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, അഗ്രികൾച്ചർ, എംപ്ലോയ്മെൻറ്റ്, ബിസിനസ്, ബാങ്ക് ഡെപ്പോസിറ്റ്, അസറ്റ്, സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്. അഗ്രികൾച്ചറിൽ നിന്നും നമുക്ക് എങ്ങനെയാണ് ഇൻകം കിട്ടുന്നത് പറഞ്ഞേ? ക്രോപ്പ് വഴി അല്ലേ. എംപ്ലോയ്മെൻറ്റോ, നമ്മൾ അവിടെ ജോലി ചെയ്യുമ്പം നമുക്ക് എങ്ങനെ ഇൻകം കിട്ടുന്നത്? ഒന്നുകിൽ വേജസ് ആയിട്ട് കിട്ടും അല്ലേ, അല്ലെങ്കിൽ നമുക്ക് സാലറി ആയിട്ടും കിട്ടും. ഇനി ബിസിനസ്സിൽ എങ്ങനെയാണ് നമുക്ക് ഇൻകം കിട്ടുന്നത്? പ്രോഫിറ്റായിട്ട്, ലാഭമായിട്ട് കിട്ടും അല്ലേ മക്കളെ. ബാങ്ക് ഡെപ്പോസിറ്റിൽ വഴി എങ്ങനെയാണ് നമുക്ക് ഇൻകം കിട്ടുന്നത്? ഇൻട്രസ്റ്റ് വഴി. അസറ്റോ, റെൻറ്റോ, ലീസോ വഴി കിട്ടും. സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിലോ ഒന്നുകിൽ പ്രോഫിറ്റ് ഷെയർ ആയിട്ട് ഇൻകം കിട്ടും, അല്ലെങ്കിൽ ഡിവിഡൻഡ് ആയിട്ട്. ക്ലിയർ ആണോ മക്കളെ? നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് ഇൻഡിവിജ്വൽ ഇൻകം ആൻഡ് ഫാമിലി ഇൻകം. എന്താണ് മക്കളെ ഇൻഡിവിജ്വൽ ഇൻകം ആൻഡ് ഫാമിലി ഇൻകം? ഇൻഡിവിജ്വൽ ഇൻകം എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ ഏൺ ചെയ്യുന്ന ഇൻകത്തിനെയാണ് ഇൻഡിവിജ്വൽ ഇൻകം എന്ന് പറയുന്നത്. ഫാമിലി ഇൻകം എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സും ഏൺ ചെയ്യുന്ന ഇൻകത്തിനെയാണ് നമ്മൾ ഫാമിലി ഇൻകം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് പോയാലോ. ആൻ ഇൻഡിവിജ്വൽ ക്യാൻ ഏൺ ഇൻകം ഫ്രം മെനി സോഴ്സസ്. ഒരു ഇൻഡിവിജ്വലിന് പല സോഴ്സിൽ നിന്നും ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു ഫാർമർ, ആ ഫാർമറിന് പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്നും ഏൺ ചെയ്യാം. ഒന്നെങ്കിൽ അദ്ദേഹം കൃഷി ചെയ്തത് അദ്ദേഹം വിറ്റ് അതിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ് വഴി അദ്ദേഹം ഇൻകം ഏൺ ചെയ്യുന്നു. അല്ലെങ്കിലോ ആ ഫാമിന് കുറച്ച് ബാങ്ക് സേവിങ്സ് ഉണ്ടെന്ന് വെച്ചോ, അത് ബാങ്കിൽ കൊണ്ട് ഇട്ടിരിക്കുകയാണ്. ആ ഒരു ഇൻട്രസ്റ്റ് കിട്ടിയാലും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഇൻകമായിട്ട് കണക്കാക്കാം. ക്ലിയർ ആണോ? ഇനി എന്താണ് ഈ ഫാമിലി ഇൻകം? അതിന് മുമ്പ് പേഴ്സണൽ ഇൻകത്തിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഇൻകം ഇസ് ദ ടോട്ടൽ ഇൻകം റിസീവ്ഡ് ബൈ എ പേഴ്സൺ ഫ്രം വേരിയസ് സോഴ്സസ് ഓഫ് ഇൻകം ഡ്യൂറിങ് എ പെർട്ടിക്കുലർ പീരീഡ്. ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഒരു മനുഷ്യന് പല സോഴ്സസിൽ നിന്നും കിട്ടുന്ന ഇൻകത്തിനെയാണ് നമ്മൾ പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എന്താണ് ഫാമിലി ഇൻകം? ഒരു ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനും ഒരു സർട്ടൺ പീരിയഡിൽ കിട്ടുന്ന ഇൻകത്തിനെയാണ് നമ്മൾ ഫാമിലി ഇൻകം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ വേറെ അങ്കിളോ ആൻറ്റിയോ ഉണ്ടെന്ന് വെച്ചു. ഇവരെല്ലാവരും ഒരു സർട്ടൺ പീരീഡ് ഓഫ് ടൈമിൽ ഏൺ ചെയ്യുന്ന ഇൻകത്തിനെ നമ്മൾ എന്ത് പറയുന്നു? ഫാമിലി ഇൻകം എന്ന് പറയുന്നു. ക്ലിയർ ആണോ? ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് എന്താണെന്ന് നോക്കി. ഡിഫറെൻറ്റ് എംപ്ലോയ്മെൻറ്റ്സ്. പല പല തരത്തിലുള്ള എംപ്ലോയ്മെൻറ്റ്സ്. ഈ പിക്ചേഴ്സ് നോക്കിയ മക്കളെ, ആദ്യത്തെ എന്താണെന്ന് നോക്കിയേ, അതൊരു ഹെൽത്ത് കെയർ ആണ് അല്ലേ. ഒരു ഡോക്ടറും നഴ്സും കൂടി ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്നു അല്ലേ. അടുത്ത പിക്ചർ നോക്കിയ മക്കളെ, അത് ആനിമൽ ഹസ്ബൻഡറി ആണ്. ഓക്കെ. മൂന്നാമത്തേത് ടീച്ചിങ്. നാലാമത്തേത് എന്താ നോക്കിയ മക്കളെ? ഡ്രൈവിങ്. അഞ്ചാമത്തേത് അഗ്രികൾച്ചറൽ വർക്ക് അല്ലേ, കൃഷി ചെയ്യുമല്ലേ അവർ. നാലാമത്തേത് എന്താണ്? ഒരു വക്കീലിൻ്റെ പിക്ചറാണ്. അപ്പം നമുക്ക് അതിന് എന്ത് പറയാം? ലീഗൽ സർവീസ് എന്ന് പറയാം അല്ലേ മക്കളെ. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൻ എബവ്. ഈ പിക്ചേഴ്സൊക്കെ നിങ്ങൾ കണ്ടല്ലോ. വാട്ട് എംപ്ലോയ്മെൻറ്റ്സ് ആർ സീൻ ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ ഏതൊക്കെ എംപ്ലോയ്മെൻറ്റ്സ് ആണ് മക്കളെ നിങ്ങൾ കാണുന്നത്? ഒന്ന് ടീച്ചിങ്, ഹെൽത്ത് കെയർ, ആനിമൽ ഹസ്ബൻഡറി, ഡ്രൈവിംഗ്, അഗ്രികൾച്ചറൽ വർക്ക്, ലീഗൽ സർവീസ്. ക്ലിയർ ആണോ മക്കളെ? ഈ ബോക്സുകൾ നോക്കിയേ. മക്കളെ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് നാച്ചുറൽ റിസോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്തിനാ കൃഷി ചെയ്യുന്നത്? ഫുഡിനും ഫൈബർ പ്രൊഡക്ഷനും വേണ്ടിയിട്ട്. ആനിമൽ ഹസ്ബൻഡറി എന്ന് വെച്ചാൽ എന്താ? കോഴിയെ വളർത്തൽ, കാറ്റലിനെ വളർത്തുക, അതുപോലെ പശുക്കളെ വളർത്തുന്നത് എല്ലാം, അതിനെയെല്ലാം ആനിമൽ ഹസ്ബൻഡറി എന്നാണ് പറയുന്നത്. എന്താണ് മക്കളെ പിസിക്കൾച്ചർ? നമ്മൾ മീൻ കൃഷി ചെയ്യുന്നതെന്ന് കേൾക്കുന്നുണ്ടോ? ആ മീൻ കൃഷി എന്നെയാണ് നമ്മൾ പിസിക്കൾച്ചർ എന്ന് പറയുന്നത്.
നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിൽ തന്നെ അഗ്രികൾച്ചറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്നത്. എക്കണോമിക് റിവ്യൂ 2022-23 അനുസരിച്ച് നമ്മുടെ ഇന്ത്യയിലെ ടോട്ടൽ വർക്ക് ഫോഴ്സിൽ 46.5% അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിലാണ് എൻഗേജ്ഡ് ആയിട്ടുള്ളത്. ക്ലിയർ ആണോ മക്കളെ? എന്താണ് മക്കളെ നോൺ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്? അഗ്രികൾച്ചറുമായിട്ട് കണക്റ്റ് ആവാത്ത ബാക്കി എല്ലാ കൈൻഡ് ഓഫ് എംപ്ലോയ്മെൻറ്റിനെയും നമ്മൾ എന്ത് പറയുന്നു? നോൺ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സർവീസസും എംപ്ലോയ്മെൻറ്റിനെ എല്ലാം നോൺ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഇനി നോൺ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്നറിയാമോ? ഒന്ന്, മാനുഫാക്ചറിങ് ഓഫ് ക്ലോത്ത്, കൺസ്ട്രക്ഷൻ, ബിസിനസ്, ബാങ്കിങ്, ടീച്ചിങ്, ട്രാൻസ്പോർട്ടേഷൻ, വർക്ക് ഇൻ ദ ഫാക്ടറി. ക്ലിയർ ആണോ മക്കളെ? നമ്മൾ നെക്സ്റ്റ് പോർഷൻ എന്താ നോക്കിയേ. Complete the table given below by classifying the employment found in your surroundings into agriculture, non-agriculture. നിങ്ങളുടെ ചുറ്റുമുള്ള എംപ്ലോയ്മെൻറ്റ്സ് നിങ്ങൾ അഗ്രികൾച്ചർ നോൺ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റുമായിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ മക്കളെ? ആദ്യത്തെ എന്താ നോക്കിയേ? കൾട്ടിവേഷൻ ഓഫ് റൈസ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പിസിക്കൾച്ചർ. ഇതൊക്കെ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്സ് ഉള്ളതാണ്. ഇനി അടുത്തത് എന്താ നോക്കി? ലൈഫ് സ്റ്റോക്ക് റിയറിങ്. അടുത്തത് ഫ്ലവർ കൾട്ടിവേഷൻ. ഓക്കെ, അടുത്തത് ബീ കീപ്പിംഗ്, വെജിറ്റബിൾ ഫാർമിംഗ്, പോൾട്രി, ഫ്രൂട്ട് ഫാർമിംഗ്. ഇതൊക്കെ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്സ് ആണ്. ഇനി ഏതൊക്കെയാണ് നോൺ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്സ്? ബിസിനസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ടീച്ചിങ്, ഡ്രൈവിംഗ്, സർവീസ് സെൻറ്റേഴ്സ്, ലീഗൽ സർവീസ്, എമർജൻസി സർവീസ്, ഓൺലൈൻ ബിസിനസ്. ക്ലിയർ ആണോ മക്കളെ? ഇനി നമുക്ക് നെക്സ്റ്റ് പോർഷനായ സെൽഫ് എംപ്ലോയ്മെൻറ്റിലേക്ക് പോകാം. എന്താണ് മക്കളെ സെൽഫ് എംപ്ലോയ്മെൻറ്റ്? ഒരു എംപ്ലോയറുടെയും കൺട്രോളിലല്ലാതെ നമ്മൾ സ്വന്തമായിട്ടൊരു എക്കണോമിക് ആക്ടിവിറ്റി ചെയ്യുന്നതിനെയാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങിയാൽ അത് സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്. നമ്മൾ ആരുടെയും കമ്പനിയിൽ പോയി ജോലി ചെയ്യാതെ നമ്മൾ തന്നെ സ്വയമേ ഒരു തൊഴിൽ കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നമുക്ക് ഈ ബോക്സ് ഒന്ന് വായിച്ചു നോക്കിയാലോ. സിബീസ് പേരൻസ് റൺ എ പിക്കിൾ യൂണിറ്റ് കോൾഡ് സ്റ്റാർസ് പിക്കിൾ. They started this employment initiative with the help of the government in a situation where there was no employment of their own, and now it is moving ahead profitably. Around 10 families are getting employment through this initiative, apart from being a source of income for Sibi's family. മക്കളെ, എന്താണ് ഇന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? സിബിയുടെ മാതാപിതാക്കൾ എന്ത് ചെയ്തു? ഒരു അച്ചാർ കമ്പനി തുടങ്ങി. അവരെന്ത് ചെയ്തു? ആ ഒരു അച്ചാറിന് സ്റ്റാർ പിക്കിൾസ് എന്ന് പേരിട്ടു. ആ ഒരു കമ്പനിക്ക് അവരിട്ട പേര് എന്താണ്? സ്റ്റാർ പിക്കിൾസ്. ഇവർ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെയാണ് ഇങ്ങനെയൊരു ചെറിയ ബിസിനസ് തുടങ്ങിയത്. അതായത് അവർക്ക് ഒരു തരത്തിലുള്ള ജോലിയും കിട്ടാണ്ടായപ്പോൾ അവർ സ്വയമേ ഒരു കമ്പനി ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ തുടങ്ങി. ഇപ്പോൾ ഇത് നല്ല ലാഭത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 10 ഫാമിലീസിന് അവർക്ക് എംപ്ലോയ്മെൻറ്റ് നൽകാൻ സാധിച്ചു. അതുപോലെ തന്നെ സിബിയുടെ ഫാമിലിക്ക് ഇത് വലിയൊരു സോഴ്സ് ഓഫ് ഇൻകമായി മാറുകയും ചെയ്തു. ക്ലിയർ ആണോ? ഇനി ഹാവ് യു നോട്ടീസ് സച്ച് വെഞ്ചേഴ്സ് ദാറ്റ് ആർ റൺ ബൈ ഇൻഡിവിജ്വൽസ് ആർ ഗ്രൂപ്പ്സ്? നിങ്ങൾ ഈ നോട്ട് വായിച്ചല്ലോ. ഇങ്ങനത്തെ ഏതെങ്കിലും വെഞ്ചേഴ്സ്, ഏതെങ്കിലും ചെറിയ കമ്പനീസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? Self-employment means earning a livelihood through independent economic activity without being under the control of any employer. ഒരു എംപ്ലോയറുടെയും കൺട്രോളിലല്ലാതെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു എക്കണോമിക് ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അതുവഴി നമ്മൾ ഒരു ഇൻകം ഏൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നു. സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺസ് ഹാവ് ദെയർ ഓൺ എൻ്റർപ്രൈസ്. സെൽഫ് എംപ്ലോയിഡ് ആളുകൾക്ക് എന്താണ്? അവർക്ക് അവരുടെ സ്വന്തമായിട്ടൊരു കമ്പനിയുണ്ട്. അതേസമയം അവർ തന്നെയാണ് ഒരു എംപ്ലോയിയുടെ തന്നെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ചെയ്യുന്നത്.
ക്ലിയർ ആണോ? ഇപ്പം ഞാനൊരു കട തുടങ്ങുകയാണെങ്കിൽ ഞാൻ തന്നെയായിരിക്കും അവർ ജോലിയും ചെയ്യുന്നത്. ഞാൻ മറ്റൊരു എംപ്ലോയി അവർ വെക്കല്ല, ഞാൻ തന്നെ അവരൊരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. ക്ലിയർ ആണോ? In self-employment initiatives, individuals mostly manage the enterprise alone. മിക്ക സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഇനിഷ്യേറ്റീവിലും ആരാണോ ആ കഥയിട്ട് അവർ തന്നെയായിരിക്കും സ്വയമേ അത് എല്ലാം മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നത്. അവർക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെ സോൾ ബെനിഫിഷ്യറി ആയതായിരിക്കും അവർ തന്നെയായിരിക്കും. നിങ്ങൾ ചെറിയ ചെറിയ ഗ്രോസറി ഷോപ്പ്, ടൈലർ ഷോപ്പ്, ബേക്കറി ഇതൊക്കെ കണ്ടിട്ടില്ലേ? ഒരു വ്യക്തി ഒരു ബേക്കറി ഷോപ്പോ ടൈലറിംഗ് ഷോപ്പോ അവർ തന്നെ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ ആ കിട്ടുന്ന വരുമാനമൊക്കെ ആർക്കാണ് പോകുന്നത്? അവർക്ക് തന്നെയല്ലേ. അവർ മറ്റൊരു എംപ്ലോയിക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട് അവിടെ. ഇതൊക്കെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് വെഞ്ചേഴ്സിൻ്റെ എക്സാമ്പിളാണ്. ക്ലിയർ ആണോ മക്കളെ? താഴെ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് ഒന്ന് നോക്കി. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൻ ബിലോ ആൻഡ് റൈറ്റ് ഡൗൺ ദ ടൈപ്സ് ഓഫ് ജോബ് ദേ ആർ റിലേറ്റഡ് ടു. ഇത് ഏതൊക്കെ ജോബാണെന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത്. ആദ്യത്തെ നോക്കി, എന്താണത്? സൂവിങ് അല്ലേ, അതായത് തയ്ക്കുന്നു. രണ്ടാമത്തത് എന്താണ്? പേപ്പർ ബാഗ് മേക്കിംഗ് ആണ്. മൂന്നാമത്തതോ ഫോട്ടോസ്റ്റാറ്റ്. നാലാമത് എന്താ മക്കളെ? പിക്കിൾ മേക്കിംഗ്. ക്ലിയർ ആണോ? റൈറ്റ് ഡൗൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെൽഫ് എംപ്ലോയ്ഡ് എൻ്റർപ്രൈസസ്. സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള എൻ്റർപ്രൈസസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് നോക്കിയ മക്കളെ? ഇൻഡിവിജ്വൽസ് ക്യാൻ ഏൺ ത്രൂ സെൽഫ് എംപ്ലോയ്മെൻറ്റ് വിത്തൗട്ട് ഡിപ്പെൻഡിങ് ഓൺ അതേഴ്സ്. ഓരോ മനുഷ്യരും സെൽഫ് എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്നത് വഴി അവർക്ക് ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യകത വരുന്നില്ല. ക്ലിയർ ആണോ? ദീസ് വെഞ്ചേഴ്സ് ക്യാൻ ബി സ്റ്റാർട്ടഡ് വിത്തൗട്ട് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ചെറിയ ഇതുപോലത്തെ സെൽഫ് എംപ്ലോയ്ഡ് എൻ്റർപ്രൈസസിന് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ പോയിൻ്റ് എന്താ എഴുതാം മക്കളെ? വെൻ ദ എൻ്റർപ്രണർ ഹിംസെൽഫ് ഇസ് ദ ഓണർ ആൻഡ് ദ വർക്കർ, ദർ ഇസ് നോ പോസിബിലിറ്റി ഓഫ് ഓണർ വർക്കർ കോൺഫ്ലിക്റ്റ്. എൻ്റർപ്രൈസ് സ്വയമേ അദ്ദേഹം ഓണറായിട്ടും വർക്കറായിട്ടും വർക്ക് ചെയ്യുന്നത് കൊണ്ട് അവിടെ ഓണർ വർക്കറിൻ്റെ കോൺഫ്ലിക്റ്റ് വരില്ല എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്ലേസ് എ മേജർ റോൾ ഇൻ ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് ദ കൺട്രി. നമ്മുടെ കൺട്രിയുടെ എക്കണോമിക് ഗ്രോത്ത് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഒരു മേജർ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. The government implements various schemes to promote self-employment initiatives. നമ്മുടെ ഗവൺമെൻറ് ഇങ്ങനത്തെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഇനിഷ്യേറ്റീവ്സ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒത്തിരി സ്കീമുകളാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഇനിഷ്യേറ്റീവ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പല സ്കീംസും മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ചിലതാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നവജീവൻ പ്രോജക്റ്റ്. അതിൻ്റെ ബെനിഫിഷ്യറി ആരാണ്? സീനിയർ സിറ്റിസൺസ്. അടുത്തത് കൈവല്യ. ഡിസബിലിറ്റീസ് ഉള്ള ആളുകളാണ് അതിൻ്റെ ബെനിഫിഷ്യറീസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ശരണ്യ. അത് വുമനാണ് ബെനിഫിഷ്യറീസ് ആയിട്ട് വരുന്നത്. ഇനി താഴെ നോക്കിയ മക്കളെ, ഗിവൻ ബിലോ ആർ ദ എക്സ്പീരിയൻസസ് ഓഫ് സം പീപ്പിൾ ഹു ഹാവ് അച്ചീവ് സക്സസ് ത്രൂ സെൽഫ് എംപ്ലോയ്മെൻറ്റ്. സെൽഫ് എംപ്ലോയ്മെൻറ്റ് വഴി വിജയം നേടിയ ചില ആളുകളുടെ എക്സ്പീരിയൻസസ് ആണ് താഴെ നൽകിയിരിക്കുന്നത്. സ്നാക്ക് മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ഇൻ ദ മേക്ക് ഷിഫ്റ്റ് ഷെഡ് ഓഫ് എ ഹൗസ്. എന്താണ്? വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഷെഡിൽ എന്തുണ്ടാക്കി? ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങുകയാണ്. എന്തിൻ്റെയാണ്? സ്നാക്സിൻ്റെ. അനു മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ ഒരു കൃഷി കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടിയാണ് അനു. അവൾ അവളുടെ വീട്ടിൽ തന്നെ എന്ത് ചെയ്തു? സ്വയം തൊഴിൽ കണ്ടെത്തുകയാണ്. അവളുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു ഷെഡ് ഉണ്ടായിരുന്നു. ആ ഷെഡ് അവൾ എന്താക്കി മാറ്റി? ഒരു ചെറിയ മാനുഫാക്ചറിങ് യൂണിറ്റാക്കി മാറ്റുകയാണ്. എന്താണെന്നല്ലേ അവൾ ചെയ്തത്? സ്നാക്സ് അറിയാമല്ലോ. സ്നാക്സ് എല്ലാം അത് മാനുഫാക്ചർ ചെയ്യും വിൽക്കുകയുമാണ് ചെയ്തത്. പതിയെ അവളുടെ പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡ് കൂടി. 60 ടൺ സ്നാക്സാണ് ഇപ്പോൾ ആ മാനുഫാക്ചറിങ് യൂണിറ്റിൽ മാനുഫാക്ചർ ചെയ്യുന്നത്, വിൽക്കുകയും ചെയ്യുന്നത്. അവളുടെ ബിസിനസ് ഇപ്പോൾ ഒരു വർഷം 11 കോടി രൂപയാണ് ഉണ്ടാക്കുന്നത്. അടുത്തത് നോക്കി, എ ഹോം മേക്കർ ഏർണിംഗ് ₹50,000 പെർ മന്ത്. എന്താണ്? ഒരു വീട്ടമ്മ പ്രതിമാസം 50,000 രൂപയാണ് ഏൺ ചെയ്യുന്നത്. എങ്ങനെയാണെന്നല്ലേ? സജിത ഒരു സക്സസ്ഫുൾ എൻ്റർപ്രണറാണ്. എന്താണ് സജിത ചെയ്തത്? അവളുടെ ഹോബിയായ പെയിൻറ്റിങ് ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ബിസിനസ്സാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സജിതയുടെ ബിസിനസ് എന്താണെന്നറിയാമോ?
ഫാബ്രിക് പെയിൻറ്റിംഗ് ആണ്. വളരെ മനോഹരമായി വരയ്ക്കുന്ന ആളാണ് സജിത സാരിയിലും ഷോർട്ടിലും ചുരിദാറും കുട്ടി ഉടുപ്പുകളിലെല്ലാം മനോഹരമായി പെയിൻറ്റ് ചെയ്യും. ഷീ സക്സസ്ഫുള്ളി ഡെവലപ്പ് ഫാബ്രിക് പെയിൻറ്റിംഗ് ഫ്രം എ ഹോബി ഇൻ ടു ബിസിനസ്. അവൾ എന്താ ചെയ്തേ? അവളുടെ ഹോബിയായ ഫാബ്രിക് പെയിൻറ്റിങ്ങിൽ അതൊരു ബിസിനസ്സാക്കി മാറ്റുകയാണ്. പ്രസൻ്റ്ലി പ്രതിമാസം അവൾ 50,000 രൂപയാണ് നേടുന്നത്. ക്ലിയർ ആണോ മക്കളെ? ഈ മോളിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിളിൽ നിന്നും മക്കൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്, വർക്ക് ചെയ്യാനുള്ള വില്ലുണ്ടെങ്കിൽ നമുക്ക് ഏത് എംപ്ലോയ്മെൻറ്റിൽ എൻഗേജ്ഡ് ആവുകയും നമ്മുടെ ജീവിതത്തിൽ സക്സസ് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും. ഓരോ എംപ്ലോയ്മെൻറ്റിനും ഓരോ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്. ഒരു ജോലിയും നമ്മൾ ചെറുതായി കാണാൻ പാടില്ല. നമ്മുടെ എഡ്യൂക്കേഷൻ അനുസരിച്ച്, നമ്മുടെ കഴിവനുസരിച്ച് നമുക്ക് ഏത് ജോലി ചെയ്യണം എന്നുള്ള ആ ഒരു തീരുമാനം എടുക്കാനുള്ള അവകാശം നമുക്കുണ്ട്. നമ്മുടെ കൺട്രിയുടെ സോഷ്യോ എക്കണോമിക് പ്രോഗ്രസ്സിന് എംപ്ലോയ്മെൻറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്. ഇന്നത്തെ ലെസൺ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി, ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ലെസൺ മനസ്സിലായി, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി പിന്നീട് മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.